ആ ചേച്ചി ഇതിനകത്തുനിന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയുകയല്ല ചെയ്യേണ്ടത്. അതല്ല, ഇവിടെ ബാക്കിയുള്ള എത്രയോ പേരുണ്ട്. ഞാൻ പറയുന്നവിടെ കേൾക്കെ. അത് ശരി. അത് എന്താണ് കാഴ്ച? ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാമെന്ന ചാനലാണ്, റിപ്പോർട്ട് ചെയ്ത് പോകണം. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അതിന്റെ ഉത്തരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ തിരിച്ച് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ചോദിക്കാം. അതല്ലാതെ അവിടെ നിൽക്കുന്ന MLA-നെയും ബാക്കിയുള്ളവരെയും കൂടി കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയൊക്കെ റിപ്പോർട്ട് ചെയ്യാമെന്ന ആൾക്കാർ ചെയ്യാന്ന് വെച്ചാൽ ഇതൊക്കെ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള പരിപാടികൾ. ഇവിടത്തേക്കുള്ള പാത്രങ്ങളും എല്ലാം അത്യാവശ്യം ഒന്ന് എടുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് നമുക്ക് അപ്പുറത്തു നിന്ന് ഉള്ള ഒരു അറേഞ്ച്മെന്റ് നമ്മൾ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് ബോധ്യമായിട്ടും ഇല്ല ആയിട്ടില്ല. ഇവര് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഇവർ എപ്പോഴാ പറഞ്ഞത്? നമ്മൾ ഈ ഒരു പ്രയാസ ഘട്ടത്തില് ഇതിനകത്ത് ഒരുപക്ഷെ പെട്ടെന്ന് എല്ലാ സ്ഥലങ്ങളിലും മുനിസിപ്പാലിറ്റിക്ക് പാത്രം കൊടുക്കാൻ ഒത്തില്ല എങ്കിൽ തൊട്ടപ്പുറത്തുള്ളവർക്ക് കുറച്ചു നേരത്തേക്ക് സഹകരിക്കേണ്ടി വരും. നമ്മൾ ഇതിനേക്കാട്ടിലും വലിയ ദുർഘട നിമിഷങ്ങൾ നമ്മൾ നേരിട്ടവരാ. അതുകൊണ്ട് ഇതിനെ വേറെ രീതി ചിന്തിക്കാതെ ഇവരൊക്കെയാണ് ആദ്യം കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാരണങ്ങളാണ് കണ്ടുപിടിച്ച് അനാവശ്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ ക്യാമറയുടെ മുമ്പിൽ നിർത്തി അത് പറയിപ്പിക്കുക. അത് പോട്ടെ, കയ്യേറ്റം ചെയ്യാനുള്ള രീതിയിൽ വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ നേരിട്ട് ചെല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് റിപ്പോർട്ടറായിട്ട് വെക്കുന്നത്. അല്ല, ഇങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി നമ്മൾ അടിക്കുമോ അവനെ? ആ രീതിയിലാണ് അവൻ്റെ ചോദ്യങ്ങൾ. ചങ്ങനാശ്ശേരിയിൽ നടന്ന കാര്യമാണ്. കാര്യങ്ങൾ അറിയാൻ ചോദിക്കണമെങ്കിൽ മാന്യമായി ചോദിക്കണം. അവർ മാന്യമായിട്ട് മറുപടി പറയുമ്പോൾ നമുക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ആ രീതിയിൽ ചോദിക്കണം, മാന്യമായിട്ട് തന്നെ. അല്ലാതെ നമ്മൾ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ അവരുടെ വണ്ണാക്കിലേക്ക് കോലിട്ട് കുത്താന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇങ്ങനെയുള്ളവരൊന്നും വെച്ച് ഉറപ്പിക്കാൻ പാടില്ല, അത് ഏത് ചാനലായാലും. ഞാൻ അതിനെപ്പറ്റി ഞാൻ MLA ഒരു കാഴ്ച കാണിച്ചു തരാം. MLA കൂടെ വരണം. അല്ല വരണം. അല്ല, ഇത് പ്രശ്നം മനസ്സിലായി. ഒരു കാര്യം കാണിച്ചു വരണം. അത് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന നേരത്തെ വീണ്ടും സൂചിപ്പിക്കുകയാണ്, നമ്മൾ ഈ ദുർഘട നിമിഷത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു പ്രളയബാധ ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമാണ്. അപ്പൊ രാവിലെ ഒരുപക്ഷെ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുമ്പോൾ വില്ലേജ് ഓഫീസർ കയ്യിലെ കാശ് മുടക്കി ഇവർക്ക് കൊടുത്തു, ഭക്ഷണം കൊടുത്തു. അത് ആ ഒരു നന്മ നിറഞ്ഞ കാര്യം അറിഞ്ഞോ? ഓക്കെ. അപ്പൊ ഇന്നലെ വൈകുന്നേരം ഇവർ വന്നപ്പോഴേക്ക് തീർച്ചയായിട്ടും രാത്രിയാണ് ഇവിടെ വരുന്നത്. നമുക്കറിയാം ഇവിടെ സമയമോ കാര്യമൊന്നും നോക്കുകയില്ല. അത് കാരണം അവിടുന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല, ഇടപാട് ചെയ്ത് കൊടുത്തു. അവിടുന്ന് നമ്മൾ കഴിച്ചു, ഇവിടുന്ന് കഴിച്ചിട്ട്. അപ്പൊ ഇന്നലെ വൈകുന്നേരം അവിടുന്ന് ഭക്ഷണം കഴിച്ചതാണ്. ഇന്നലെ വൈകുന്നേരം വന്നിട്ട് ഞങ്ങളവിടെ പോയിട്ടില്ല ഇതുവരെ. ഇത് ആരെ കള്ളം പറയിപ്പിക്കുകയാണ്. ഇന്നലെ എത്ര മണിക്ക് ഞങ്ങൾ വന്നത്? അന്തേവാസികൾ പറയുന്നു അവിടുന്ന് കഴിച്ചിട്ടില്ല. അല്ല ഇവിടെ അതല്ല നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കേ. അല്ലല്ല, തിരിച്ചു ഇവര് രാത്രി ഇന്നലെ 9:30 അവിടെ വന്നത്. അതിനകത്തെ കാര്യം കടന്നവരുണ്ട്. ഇവര് 4 മണിക്ക് വന്നു. ഞങ്ങൾ 3 മണിക്ക് വന്നവരുണ്ട്. 4 മണിക്ക് വന്നവരുണ്ട്. ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ 3 മണിക്ക് പറയുന്നത് മട്ടിലാണ് കാര്യങ്ങൾ. 3 മണിക്ക് വന്നവർ സാധാരണക്കാരായി മനുഷ്യന്റെ മുഖത്ത് നോക്കി എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥരെ കളവ് പറയാൻ കഴിയുക? സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ ആളുകൾ വന്ന വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ്. അത് വന്നത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന 6 മണി കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ. അപ്പം ഇവിടെ വന്നു. ഇവിടെ ഉണ്ടായിരുന്നവര് ആ സമയത്ത് ഒരു 10-12 പേരെ ഇവിടെ ഉള്ളൂ. മെമ്പർ ഇവിടെ ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടെയാണ് ക്യാമ്പ്. മുനിസിപ്പാലിറ്റി ആളുകളുണ്ട്. HI ഉണ്ട്. മുനിസിപ്പാലിറ്റി HI ഉണ്ട്. പറയട്ടെ. അന്നേരം ഇവര് പറഞ്ഞിട്ട് ഇവരാരും അംഗീകരിച്ചില്ല, നോക്കിയില്ല. സത്യസന്ധമായ കാര്യമാണ്. അന്നേരം ഇവിടെ MLA ഇല്ല, അല്ല ജില്ലാ ഓഫീസറും ഇല്ല, തഹസിൽദാരും ഇല്ല, ആരും ഇല്ലായിരുന്നു. അന്ന് രാത്രി 9 മണിക്ക് ഇവിടെ ക്യാമ്പ് തുടങ്ങുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ട്. രാവിലെ അല്ല, ഇന്നലെ വൈകുന്നേരം 7 മണിക്ക്. മെമ്പറോട് ചോദിച്ചു നോക്ക്, ഉണ്ടായിരുന്നു ചോദിച്ചു നോക്ക്. ചേട്ടാ പറയുമ്പോ എല്ലാം ഫാക്റ്റായിട്ട് പറയണം. കാര്യങ്ങൾ മനസ്സിലായി. നിൽക്കേ നേരത്തെ ഞാൻ പറഞ്ഞോട്ടെ. അപ്പം മെമ്പർ ഇവിടെ ഉണ്ട്. അന്നേരം ഇവിടെ ഇരുന്നവരോട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അപ്പുറത്ത് പോയി കഴിക്കണം എന്ന് പറഞ്ഞു. ആരും എതിർപ്പ് പറഞ്ഞില്ല. നമുക്ക് എന്റെ വില്ലേജിന്റെ പരിധി ഈ ഒരു ക്യാമ്പല്ല ഉള്ളത്, 10 ക്യാമ്പുണ്ട്.
അപ്പോൾ അടുത്തേക്ക് 10 എന്റെ വില്ലേജിന്റെ വലിയ 10 ക്യാമ്പേ ഉള്ളൂ. ഞാൻ അടുത്ത ക്യാമ്പിലേക്ക് പോയി അടുത്ത ആളുകളുടെ ആവശ്യം നിർവഹിക്കാൻ പോയി. അപ്പൊ നമ്മുടെ ധാരണ എന്താണ്, ഇവർ പോയി കഴിച്ചു കാണുമെന്നുള്ളതാണ് ധാരണ. ഇന്ന് രാവിലെ വീണ്ടും ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് പറയുന്നത് ഇന്ന് രാവിലെയാണ്. നമ്മളത് ഇടപെട്ടിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയാണ് ഇതിന്റെ ഭക്ഷണത്തിന്റെ ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരും ക്രമീകരണം ചെയ്തിട്ടുണ്ട്. മുനിസിപ്പൽ സെക്രട്ടറി അതായത് ഇവര് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇതൊരു കൃത്യമായി കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ്. അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ക്യാമ്പ് തുടങ്ങി എത്ര മണിക്ക് ഇവിടെ? ഇന്നലെ വൈകുന്നേരമാണ് കുറച്ചു പേര് വന്നത്. ബാക്കിയുള്ളവരും കൂടെ ഇന്നിപ്പോ രാവിലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടത്തേക്കുള്ള പാത്രങ്ങളും എല്ലാം അത്യാവശ്യം ഒന്ന് എടുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് നമുക്ക് അപ്പുറത്തു നിന്ന് ഉള്ള ഒരു അറേഞ്ച്മെന്റ് നമ്മൾ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്? ഇല്ല ആയിട്ടില്ല. ഇവര് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഇവർ എപ്പോഴാ പറഞ്ഞത്? നമ്മൾ ഈ ഒരു പ്രയാസ ഘട്ടത്തില് ഇതിനകത്ത് ഒരുപക്ഷെ പെട്ടെന്ന് എല്ലാ സ്ഥലങ്ങളിലും മുനിസിപ്പാലിറ്റിക്ക് പാത്രം കൊടുക്കാൻ ഒത്തില്ല എങ്കിൽ തൊട്ടപ്പുറത്തുള്ളവർക്ക് കുറച്ചു നേരത്തേക്ക് സഹകരിക്കേണ്ടി വരും. നമ്മൾ ഇതിനെക്കാട്ടിലും വലിയ ദുർഘട നിമിഷങ്ങൾ നമ്മൾ നേരിട്ടവരാ. അതുകൊണ്ട് ഇതിനെ വേറെ രീതി ചിന്തിക്കാതെ അവിടെ കിടപ്പുരോഗികളുണ്ട്, കുട്ടികളുണ്ട്, അവർക്ക് പോകാൻ കഴിയാത്ത ഇവിടെ പാത്രത്തിന്റെ കുറവുണ്ട്. ഞാനിവിടെ അതായത് ആ ചേച്ചി എവിടെ? ഞാൻ പറയുന്നത് കേൾക്കണ്ട. ഇവിടെ ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചി അകത്തുനിന്ന് ഒരാളെ പിടിച്ചോണ്ട് വന്നിട്ട് പറയുക അല്ല ചെയ്യേണ്ടത്. അതല്ല, ഇവിടെ ബാക്കിയുള്ള എത്രയോ പേരുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കെ. അത് ശരി. എംഎൽഎ പറയുന്നത് കേൾക്കുക മാത്രമല്ലല്ലോ, അദ്ദേഹം കേൾക്കുക. ചേച്ചിയോട് മോശമായ രീതിയിലൂടെ സംസാരിച്ചോ? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് കൃത്യമായി നിങ്ങൾ ഇതിനെ എന്തിനായി കാണിക്കുന്നതൊക്കെ എനിക്കറിയാം. അതിവിടെ നടക്കുകയല്ല. ഇത് ചങ്ങനാശ്ശേരിയാ. അതിവിടെ നടക്കുകയില്ല. ഞങ്ങളോട് ചെയ്തോളാം. അത് വേണ്ട. രാവിലെ 9 മണി മുതൽ ഭക്ഷണത്തിന് കാത്തിരിക്കുന്ന അന്തേവാസികൾ അവർക്കുള്ള ഭക്ഷണം 2:30 ഇപ്പോ മറ്റു ക്യാമ്പുകളിൽ എത്തിക്കുമ്പോ കിടപ്പുരോഗികൾ അടക്കമുള്ള ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കാം. അവിടുത്തെ കിടപ്പുരോഗികളെ കാണിക്കാം. നമ്മൾ തമ്മിൽ പറയാം. രാവിലെ ഞാൻ ഇവിടെ വന്നിട്ട് ഈ വിഷയം പരിഹരിക്കാൻ ഇവരോടെല്ലാം പറഞ്ഞ എനിക്കിതുപോലെ ഉണ്ടായിട്ടുണ്ട്. ആയിക്കോട്ടെ, എന്തെങ്കിലും